ഇന്ന് ഈ മീറ്റിംഗിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ആദരണീയനായ രഘു ജോണച്ചൻ ഇന്നത്തെ മീറ്റിംഗിൽ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ എല്ലാം സന്തോഷിപ്പിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഇന്ന് ചീഫ് ഗസ്റ്റായി കടന്നു വന്ന ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ കൊല്ലത്തെ പ്രവർത്തകരായി ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ജോൺസൺ സാർ, എന്നെ ശ്രമിക്കുന്ന യുണൈറ്റഡ് PBS ചുമതലക്കാരെ, സൺഡേ സ്കൂൾ അധ്യാപകരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും വേഗപരിതാനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തരാം. ഇന്ന് ഞാൻ ഇവിടെ സൺഡേ സ്കൂൾ അവലോകനവും അതിലുപരി എൻ്റെ ഒരു സാക്ഷ്യവും പറയാനാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സൺഡേ സ്കൂൾ അവലോകനത്തിലോട്ട് കടക്കാം. ആദ്യമായി തന്നെ ഞാൻ എല്ലാവർക്കും എൻ്റെ അഖിലോക സൺഡേ സ്കൂൾ ദിനാശംസകൾ നേരുന്നു. എന്താണ് സൺഡേ സ്കൂൾ? സൺഡേ സ്കൂൾ എങ്ങനെയാണ് തുടങ്ങിയത്? ഇംഗ്ലണ്ടിലെ ഗ്ലോസ്റ്റർ എന്ന സ്ഥലത്ത് 1780-കളിൽ റോബർട്ട് റേസ് എന്ന ഒരു പത്രപ്രവർത്തകനാണ് ആദ്യമായി സൺഡേ സ്കൂൾ ആരംഭിച്ചത്. ഇംഗ്ലണ്ടിൽ വ്യവസായികവൽക്കരണവും അതുകൊണ്ട് അതിൻ്റെ തിക്തഫലമായി ഫാക്ടറികളിൽ ബാലവേലകൾ ചെയ്ത് ഓരോ ദിവസവും കുട്ടികൾ അവരുടെ ഉപജീവനമാർഗം കണ്ടെത്തിയിരിക്കുന്ന സമയം. ആ അവസരത്തിൽ തൊഴിലാളികളുടെ ഏക അവധി ദിവസമായ ഞായറാഴ്ചകളിൽ റോബർട്ട് റേസ് എന്ന ഈ മഹത് വ്യക്തി ഈ കുട്ടികളെ എല്ലാം വിളിച്ചുകൂട്ടി അവരെ എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ബൈബിൾ വാക്യങ്ങൾ പഠിപ്പിക്കുവാനും തുടങ്ങി. അങ്ങനെയാണ് ലോകത്തിൽ ആദ്യമായി സൺഡേ സ്കൂൾ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. മിക്കവാറും എല്ലാ സഭകളിലും ഞായറാഴ്ച ദിവസം തന്നെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ നടത്തി വരുന്നു. നഴ്സറി, ശിശുവകുപ്പ്, ബാലവകുപ്പ്, കുമാരവകുപ്പ്, മധ്യവകുപ്പ്, ജ്യേഷ്ഠവകുപ്പ്, യുവവകുപ്പ് എന്നിങ്ങനെ പ്രായമനുസരിച്ച് ക്ലാസ്സുകൾ തിരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു. സൺഡേ സ്കൂൾ എന്ന ഈ മഹത്വമേറിയ പ്രസ്ഥാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സമൂഹത്തിനും സഭയ്ക്കും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനമുണ്ട്. ഒരു സൺഡേ സ്കൂൾ സ്റ്റുഡൻ്റായി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എൻ്റെ കർത്താവിനെ സാക്ഷിക്കുവാൻ, എൻ്റെ രക്ഷിതാവിനെ കുറിച്ച് പറയുവാൻ എനിക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു. പ്രത്യേകിച്ചും സൺഡേ സ്കൂൾ എനിക്കൊരു എന്നും ആലോചിക്കുമ്പോൾ എനിക്ക് അതൊരു വികാരമാണ്. പിന്നിലെ ചെറുപ്രായത്തിൽ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലേക്ക് ആക്കിയപ്പോൾ തൊട്ട് ഞാൻ കേൾക്കുന്ന വേദവാക്യങ്ങളും പഠിപ്പിക്കുവാൻ എന്നെ നിരന്തരം എന്നെ ടീച്ചേഴ്സ് പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് ആവശ്യമായ ഗൈഡൻസ് എല്ലാം നൽകി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാനായി എന്നെ രൂപാന്തരപ്പെടുത്തിയെടുത്തത് എൻ്റെ സൺഡേ സ്കൂളാണ്. ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൽ സൺഡേ സ്കൂൾ എന്നും ഒരു മുതൽക്കോട്ടാണ്. അടിപറാതെ അചഞ്ചലമായ വിശ്വാസം നയിക്കുവാൻ കാലേറിയുടെ ദൈവം സഹായിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ സൺഡേ സ്കൂളാണ്. എൻ്റെ താലന്തുകൾ ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു ആക്ഷൻ സോങ് കണ്ടു, അതിന് മുമ്പ് നമ്മളൊരു പാട്ട് കേട്ടു. ഇതൊക്കെ നമ്മളുടെ കഴിവുകളെ വർദ്ധിപ്പിക്കുവാൻ സൺഡേ സ്കൂളായി നമുക്ക് തരുന്ന അവസരങ്ങളാണ്. ഇങ്ങനത്തെ അവസരങ്ങളിലൂടെ എനിക്ക് എൻ്റെ താലന്തുകളെ പ്രദർശിപ്പിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പല അവസരങ്ങളിൽ ഞാൻ പാട്ടുകൾ പാടിയിട്ടുണ്ട്, പല അവസരങ്ങളിൽ ഞാൻ കഥകൾ പറഞ്ഞിട്ടുണ്ട്, പല അവസരങ്ങളിൽ ഞാൻ സ്കെച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നിലെ ഓരോരോ കാര്യങ്ങളെയും മനസ്സിലാക്കി എൻ്റെ ഏതൊക്കെ കഴിവ് എങ്ങനത്തെ രീതിയിൽ ഉപയോഗിക്കാമെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ സൺഡേ സ്കൂളാണ്. ഇത് നമ്മൾ സമൂഹത്തിലേക്ക് എങ്ങനെ പകർന്നു കൊടുക്കണമെന്ന് എന്നെ ഇപ്പോഴും സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സൺഡേ സ്കൂളാണ്. എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകർ എൻ്റെ മാർഗദർശികളാണ്. മർക്കോസിനെ ബർണബാസ് പ്രബോധിപ്പിച്ചതുപോലെയാണ് എന്നെ അവർ സഹായിച്ചത്. അവരുടെ ശകാരങ്ങളും അവരുടെ വഴക്കുകളും എല്ലാം ക്രിസ്തീയ ജീവിതം
എത്ര സൂക്ഷ്മതയോടും കൂടി ഈ ക്രിസ്തീയ ജീവിതം എത്ര ശ്രദ്ധയോട് ജീവിക്കേണ്ടതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ സൺഡേ സ്കൂളാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരാണ്. പ്രത്യേകിച്ചും VBS സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന VBS മീറ്റിങ്ങുകളിൽ ഒക്കെ എനിക്ക് അനേകം കൂട്ടുകാരെ ലഭിച്ചു. സൺഡേ സ്കൂളിലൂടെ എനിക്ക് കുറേ കൂട്ടുകാരെ ലഭിച്ചു. അവരെല്ലാവരും എനിക്ക് ആവശ്യമായ സപ്പോർട്ടും അതിലുപരി എനിക്ക് എപ്പോഴൊക്കെ ഞാൻ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ തകർന്നു പോയ നിമിഷങ്ങളിലെല്ലാം എന്നെ പിടിച്ച് ഉയർത്തിയിട്ട് അവരൊക്കെ പകർന്നു തന്നിട്ടുള്ള ഓരോരോ വാക്കുകളാണ്. ആ വാക്കുകൾ എനിക്ക് ഊർജ്ജം പകർന്ന് ഞാൻ വീണ്ടും ഞാൻ എൻ്റെ തെറ്റിലൂടെ പഠിക്കുവാൻ എൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ എന്നെ സഹായിച്ചത് അവരാണ്. പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ കാലത്ത് പരിശോധന സമയത്തൊക്കെ ഞാൻ പലവിധമായ ഞാൻ പാട്ട് പാടുന്ന ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്, ഞാൻ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്. അപ്പോഴെല്ലാം സാരമില്ലടാ, വാ സാരമില്ല, കുഴപ്പമില്ല, ഇന്നത്തെ പോട്ടെ, അടുത്ത തവണ നീ നല്ല രീതിയിൽ പറയണം, ഇങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുള്ളൂ, കുഴപ്പമില്ല, അടുത്ത വട്ടം നോക്കാമെന്ന് പറഞ്ഞ് എനിക്ക് ആർജവം തന്ന് എനിക്ക് ഊർജം തന്ന് എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുവാൻ എന്നെ സഹായിച്ചത് എൻ്റെ സൺഡേ സ്കൂളാണ്, എൻ്റെ സൺഡേ സ്കൂൾ സുഹൃത്തുക്കളാണ്. പിന്നെ അതിലുപരി ഇതെല്ലാം എനിക്ക് നൽകിയത് എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം എനിക്ക് ഏറ്റവും ഭംഗിയായിട്ടുള്ള ബെസ്റ്റ് മൊമെന്റ്സ് ഇൻ മൈ ലൈഫ് അതെനിക്ക് സമ്മാനിച്ചത് ഈ സൺഡേ സ്കൂളിലൂടെയാണെന്ന് പറയാൻ ഞാൻ ഇപ്പോൾ അഭിമാനിക്കുന്നു. കാരണം ഇത്രത്തോളം നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഞാൻ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു പോവുകയാണ്. നിങ്ങളെ കണക്ക് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ പലവിധമായ ഈ പരിപാടികളിലൊക്കെ ചേർന്ന് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ജയ് വിളിക്കുകയും അതുപോലെ വാക്യം പറയുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ കൃപ എന്നിൽ വ്യാപരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് എല്ലാ അവസരങ്ങളിലും എൻ്റെ സൺഡേ സ്കൂൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ സൺഡേ സ്കൂളിലേക്ക് എന്നും വിടുവാൻ അവർ ഉത്സാഹം കാട്ടി. ഞാൻ മടിപിടിച്ചിരിക്കുന്ന സമയങ്ങളുണ്ട്, എനിക്ക് പോകണ്ടെന്നൊക്കെ നിർബന്ധം പിടിച്ചിരുന്ന സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ നീ ഇന്ന് പോയേ പറ്റും, ഇന്ന് നീ പോയില്ലെങ്കിൽ ഞാൻ ഇന്ന് നിന്നെ അടിക്കും എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിച്ച് സൺഡേ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് വാക്യങ്ങൾ പഠിപ്പിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ മാതാപിതാക്കളാണ്. അവർ ഇങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ചെറിയ കോൺട്രിബ്യൂഷൻസ് ആണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വ്യക്തിയായി ഇങ്ങനെ സംസാരിക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സൺഡേ സ്കൂളും എൻ്റെ മാതാപിതാക്കളും എൻ്റെ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളുമാണ്. പിന്നെ എൻ്റെ താരത്തുകളെ എല്ലാം അടുത്ത് വലുതാക്കുന്നതിൽ സൺഡേ സ്കൂൾ വായിച്ച് പങ്കും വലുതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇങ്ങനെ വീണ്ടും കുറേ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളൊന്നും തെറ്റായിട്ടൊന്നും വിചാരിക്കില്ലേ. കാരണം എൻ്റെ ആ വികാരം എന്ന് വെച്ചാൽ അത് എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് പ്രകടിപ്പിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അത്രത്തോളം എന്നെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും എനിക്ക് എന്ന് വെച്ചാൽ ബെസ്റ്റ് മൊമെന്റ്സ് അത് വിവരിക്കാൻ പറ്റാത്തതാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ലഭിക്കുന്നതല്ല ബെസ്റ്റ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്ന് നല്ല ദിവസമായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ സൺഡേ സ്കൂളിൽ പോയിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും എനിക്ക് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വാക്യം പഠിച്ചപ്പോൾ എനിക്ക് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ സൺഡേ സ്കൂളിനെ പറ്റി പറയുമ്പോഴും എനിക്ക് ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് ഉണ്ടാകുന്നത്. അതേപോലെ എന്നെ ഉയർത്തുവാൻ, എന്നെ ഇങ്ങനെ ഒരു സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെ എന്നെ വളർത്തിയെടുക്കുവാൻ ദൈവം കാണിച്ച് കരുതലിനെ ഓർത്ത് കൃപയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എന്നിങ്ങനെ ഞാൻ എൻ്റെ ലഘു സൺഡേ സ്കൂൾ അവലോകനവും എൻ്റെ ഒരു ചെറിയ സാക്ഷ്യവും അവലംബിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.